ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി, B6 മോഡൽ വണ്ടി. ഇടയ്ക്ക് ഓടുന്ന സമയത്ത് വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കാം. അതാണ് മെയിൻ കംപ്ലയിൻ്റായിട്ട് വന്നതാണ്, റിട്ടേൺ കംപ്ലയിൻ്റായിട്ട് വന്നതിനാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് വാണിംഗ് ലാമ്പ് തെളിഞ്ഞേക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വാണിംഗ് ലാമ്പ് തെളിഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് OBD കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിനകത്ത് നമ്മൾ കോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫാൾട്ട് കോഡായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് 2 കംപ്ലയിൻറ്റുകളാണ്. ഒന്ന് ഓക്സിജൻ സെൻസർ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ സ്പീഡ് സെൻസർ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ സെൻസർ നമുക്ക് എന്തെങ്കിലും മാറ്റിക്കളയാം. കാരണം ഞാൻ ഓക്സിജൻ സെൻസർ ശരിക്കും മറ്റേ മിസ്സിങ്ങുമായിട്ട് ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടണതിൻ്റെ അനുസരിച്ച് ഓടി ഹീറ്റ് ആകുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്കത് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർവീസിന് കയറ്റുന്ന സമയത്ത് ഫാൾട്ട് കോഡ് 6 കിടക്കണ്ടായിരുന്നു. അതിനകത്ത് ഈ OBD ഈ O2 സെൻസറിൻ്റെ കംപ്ലയിൻസും കാണിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്തിടാം. പിന്നെ അത് കൂടാതെ നമുക്ക് അതിനകത്ത് ഈ ഒരു HT കോയിലൊരു കോയിലും വീക്കായിട്ട് കാണുന്നുണ്ട്. പ്ലഗിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന ഒരു കോയിലുണ്ട് ഇതിനുള്ളിൽ, ഇതായിരിക്കുന്ന കോയിൽ. ആ കോയിലും ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ 2 ഐറ്റമാണ് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ടേക്കാം. അതിന് ശേഷം വണ്ടി ഒന്ന് കുറച്ച് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. കാരണം ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓടിച്ചാലാണ് കിട്ടുള്ളൂ. ഓടിച്ച് റെഡി ആക്കിയതിന് ശേഷം, ഓടിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഓക്സിജൻ സെൻസറും ഈ കോയിൽ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. കറക്റ്റ് വേരിയേഷൻസ് വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വർക്കിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇത് വരാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.